പിന്നെ തന്നെ കറന്റിന്റെയും അതുപോലെ തന്നെ വോൾട്ടേജിന്റെയും ഡിവിഷൻ റൂൾസ്. അത് കൂടാതെ പിന്നെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ട് കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടർ, അതിന്റെ ഇക്വേഷൻസ്, അതിനകത്ത് അതിൽ വരുന്ന എനർജി സ്റ്റോറേജ്, അതിന്റെ ഇക്വേഷൻസ്, പിന്നെ അതുപോലെ തന്നെ ഓംസ് ലോ, ക്രിർച്ചോഫ് ലോ, അങ്ങനെ അത് ബേസ്ഡ് ഉള്ള പ്രോബ്ലംസ്. പിന്നെ മൂന്നാമത്തെ ടോപ്പിക് വരുന്നത് മൊഡ്യൂൾ 1 DC ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ അനാലിസിസ് ആണ്. അനാലിസിസ് മെത്തേഡ് 3 മെത്തേഡ് വരുന്നുണ്ട്. മെട്രിക്സ് റെപ്രസെന്റേഷനും, മെഷ് കറന്റ് അനാലിസിസും, പിന്നെ അത് കൂടാതെ നോഡൽ അനാലിസിസ്. അപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രിക് കറന്റിന്റെ പാത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മൾ നോർമലി കാണുന്ന എന്താണ് ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ജസ്റ്റ് ഒരു ലൈറ്റ് ബൾബ് എടുക്കുവാണെങ്കിൽ സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ ട്രൈസെൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കംപ്ലീറ്റ് സർക്യൂട്ടാണ്. സർക്യൂട്ടിനകത്ത് ഒരു പുറത്തേക്ക് കറന്റ് പോകാനുള്ളൊരു വഴിയില്ല. അപ്പം എൻ്റെ പാത്ത് ക്ലോസ്ഡ് പാത്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇലക്ട്രിക് വോൾട്ടേജ്. ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് വോൾട്ടേജ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് വോൾട്ടേജിനകത്ത് വരുന്നത് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യലിന്റെ വ്യത്യാസമാണ് ഇലക്ട്രിക് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ പറയുന്നത് V = I × R. V = I × R. ഈ ഇക്വേഷൻ വന്നത് നമുക്കറിയാം ഓംസ് ലോ എന്ന് പറയും. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓംസ് ലോ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ V = I. V എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ്. I എന്ന് പറയുന്നത് കറന്റ്, അതുപോലെ തന്നെ R റെസിസ്റ്റൻസ്. ഈ ഓരോ ടേംസിനും എന്തുണ്ട്? യൂണിറ്റ്സ് ഉണ്ട്. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. കറന്റിന്റെ യൂണിറ്റ് ആംപിയർ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പൊ നമ്മൾ പഠിച്ച 2 ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഇലക്ട്രിക് കറന്റ്, രണ്ടാമത്തത് ഇലക്ട്രിക് വോൾട്ടേജ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് റെസ്പോൺസ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക് സർക്യൂട്ട്? Please respond. Okay. Next one, electric voltage. What is the unit of voltage? Volt. What is the equation for voltage? V = I × R. Next topic is electric current. What is meant by electric current? Electric current is simply flow of electrons or electrons in a electronic circuit, or എന്താണ് ഒരു സർക്യൂട്ട് ആണെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെയാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എത്ര പാസ് ചെയ്യുന്നു എന്നതിന്റെ എമൗണ്ട് ആണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ഇതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്ന് എവിടോട്ടായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കറന്റ് ഫ്ലോ വരുന്നത്. ഇതെന്താണ്? സ്ലൈഡ് പക്ഷേ പേജ് മൂവ് ആവുന്നില്ല. ഫസ്റ്റ് പേജിൽ തന്നെ നിൽക്കുവാണോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ വന്നു. സെക്കൻഡ് തേർഡ് പേജ്. നെക്സ്റ്റ് ഇലക്ട്രിക് കറന്റ് പേജ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഫസ്റ്റ് പേജ്. സ്ലൈഡ് ഷോ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഇലക്ട്രിക് കറന്റിന്റെ പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓഫ് എന്താണ്? ഇലക്ട്രിസിറ്റി ത്രൂ എ സർക്യൂട്ട് ആണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ എപ്പോഴും എവിടെ നിന്ന് എവിടേക്കായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത് എന്താണ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്? സെല്ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെല്ലിന്റെ പോസിറ്റീവും നെഗറ്റീവും ആണിത്. ലാർജ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന പോസിറ്റീവ്, സ്മോളസ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പൊ കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഓൾവേസ് ഫ്രം എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ കറന്റിനെ റെപ്രസെന്റ് ലെറ്റർ ഇത് I ആണ്. കറന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത്
ആംപിയർ ആണ്. അപ്പൊ നമ്മളിപ്പം വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ് പഠിച്ചത്? വോൾട്ടേജ് യൂണിറ്റ്, കറന്റ് യൂണിറ്റ് ആംപിയർ. നെക്സ്റ്റ് ടേം ഇലക്ട്രിക് പവർ. വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക് പവർ? അതായത് എനർജി ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് പോകുന്ന റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. നമുക്ക് വേണമെങ്കിൽ കറന്റിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് എന്ത് പറയാം? നമ്മൾ ഓൾറെഡി വോൾട്ടേജിന്റെ ഇക്വേഷൻ പഠിച്ചു. വി ഇസ് ഈക്വൽ ടു എന്താണ്? IR. അതിൽ നിന്ന് ഐയുടെ വാല്യൂ എങ്ങനെ പറയാം? V/R. നെക്സ്റ്റ് വൺ ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to V into I ആണ്, വോൾട്ടേജ് ഇൻറ്റു കറന്റ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. ഐക്ക് പകരം എന്ത് കൊടുക്കാം? V by കേട്ടില്ല. അല്ല, അത് നമ്മൾ ഓൾറെഡി പഠിച്ച കറന്റിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ V is equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? അതിനകത്തുനിന്ന് ഐയുടെ ഇക്വേഷൻ എന്താണ്? V is equal to IR. അതിനകത്ത് ഐയുടെ ഇക്വേഷൻ എന്താണ്? V square/R. V/R. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V square/R. അതുപോലെ തന്നെ പവറിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് വാട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് EMF ആണ്. EMF എന്ന് പറയുന്ന ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. EMFന്റെ ഡെറിവേഷൻ എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് EMFും വോൾട്ടേജും തമ്മിൽ സിമിലർ ആണ്. പക്ഷേ എന്താണ്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതാണ് EMF എന്ന് പറയുന്നത്. രണ്ടും വോൾട്ടേജും അല്ലെങ്കിൽ പൊട്ടൻഷ്യലും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും സെയിം തന്നെയാണ്. പക്ഷെ EMF വരുമ്പോൾ അതെന്താണ്? അതായത് പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് അനുസരിച്ചാണ് അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വോൾട്ടേജും EMFും സെയിം തന്നെയാണ്. അപ്പൊ ഇതിന്റെ SI യൂണിറ്റും എന്താണ്? വോൾട്ട്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് E ആണ്. അതിന്റെ ഇക്വേഷൻ E is equal to W/Q. W എന്ന് പറയുന്നത് വർക്ക് ഡൺ, Q എന്ന് പറയുന്നത് ചാർജ്. അപ്പൊ നമ്മളിപ്പോ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? V is equal to IR. കറന്റിന്റെ ഇക്വേഷൻ അതിൽ നിന്ന് കിട്ടും. പവറിന്റെ ഇക്വേഷൻ P is equal to V into I. EMFന്റെ ഇക്വേഷൻ W/Q. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആണ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ഫ്ലോയ്ക്കുള്ള ഒരു ഓപ്പോസിഷൻ. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം. ഓം എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ നിന്ന് R is equal to എന്താണ്? V/I എന്ന് എഴുതാം. ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഹലോ ആരും മ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആരാണ്? ഡൗട്ട് ആണോ? ഹലോ, ഓക്കെ. നെക്സ്റ്റ് വൺ റെസിസ്റ്ററിന്റെ സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റെസിസ്റ്ററിന്റെ സിമ്പിൾ ഇതാണ്. അതായത് റെസിസ്റ്റർ നമുക്ക് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം, നമുക്ക് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യാം. സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? റെസിസ്റ്ററിനെ ഇവിടെ R1 R2 നമുക്ക് എന്താണ്? ഒരു ലൈനിൽ തന്നെ നമുക്ക് അതിനെ ജസ്റ്റ് സെറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പോകാം. 2 or more റെസിസ്റ്റേഴ്സ് എന്താണ്? നമുക്ക് ഒന്നിലധികം അല്ലെങ്കിൽ n റെസിസ്റ്റേഴ്സിനെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ആ റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് ഫ്ലോ ആയിരിക്കും സെയിം ആയിരിക്കും. പക്ഷെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിലും മാറും. ഓരോ റെസിസ്റ്ററിലും മാറുമ്പം R1 അക്രോസ് ഉള്ള വോൾട്ടേജിനെ ഞാനിപ്പോ V1 എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. V1 എന്ന് റെപ്രസെന്റ് ചെയ്താൽ വിയുടെ ഇക്വേഷൻ എന്താണ്? വോൾട്ടേജിന്റെ ഇക്വേഷൻ നിങ്ങൾ എന്താ പഠിച്ചേ? വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ എന്ന് പറയൂ. V is equal to IR അല്ലേ?
IR. അപ്പം ഈ സീരീസ് രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് V1 എന്താണ്? അപ്പൊ ഞാൻ കറണ്ട് IR1 I എന്ന് പറയുന്ന കറന്റ് ആയിരിക്കും ഇവിടെ എല്ലാം ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ റെസിസ്റ്ററും അല്ല വോൾട്ടേജ് വ്യത്യാസം വരുന്നുണ്ട്. R2 വോൾട്ടേജ് V2 is equal to I into R2. കാരണം കറന്റ് മാറുന്നില്ല. ഒരു കറന്റ് പോയാൽ അത് തന്നെയാണ് എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെസിസ്റ്ററിന് ഫോൾട്ട് ഒക്കർ ചെയ്യുക അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്താൽ അത് എൻറ്റയർ സർക്യൂട്ടിനെ എഫക്ട് ചെയ്യും. എൻറ്റയർ സർക്യൂട്ട് ടേൺ ഓഫ് ആകും. അതാണ് നമ്മൾ സീരീസ് കണക്ഷനിലെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, അല്ല ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സീരീസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് രണ്ട് രീതിയിൽ റെസിസ്റ്റൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, സീരീസ് ആയിട്ടും പാരലായിട്ടും. സീരീസിൽ ഓരോന്നിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഓരോന്നിലും വ്യത്യാസമായ. ഏതെങ്കിലും ഒരു റെസിസ്റ്റർ വോൾട്ട് ഒക്കർ ചെയ്താൽ എൻറ്റയർ സർക്യൂട്ട് ടേൺ ഓഫ് ആകും. ഇനി റെസിസ്റ്ററിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ എഴുതുന്നുണ്ടോ അതോ ജസ്റ്റ് ഇത് ഷെയർ ചെയ്താൽ മതിയോ? PPT ഷെയർ ചെയ്യോ? പ്രോബ്ലം ചെയ്തു പോകുന്നുണ്ടോ? ശരി, ഓക്കെ, എഴുതിക്കോ, പ്രോബ്ലം എഴുതിക്കോ. സീരീസ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം ആണ്. A resistor with an electric resistance value of 100 ohms is connected to another with a resistance value of 200 ohm. The two resistors are connected in series. The total resistance across the system. Question എഴുതി കഴിഞ്ഞ് നിങ്ങളൊന്ന് പറയണേ. എന്താണെന്നറിയോ? അതുപോലെ ഇലക്ട്രിക് രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ് R1, അതിന് നമുക്ക് R1ഉം R2ഉം കൊടുക്കാം. R1 100 ഓം, R2 200 ഓം. എന്താണ് രണ്ട് റെസിസ്റ്ററും ക്വസ്റ്റിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഞാൻ പറഞ്ഞു, എത്ര റെസിസ്റ്റർ ഉണ്ടോ അത്രയും റെസിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എത്ര റെസിസ്റ്റർ ഉണ്ട്? രണ്ട് റെസിസ്റ്റർ, R1ഉം R2ഉം. അപ്പം 100ഉം 200ഉം രണ്ടിന്റെ കൂടെ ടോട്ടൽ എന്ന് പറയുന്നത് 300. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? ഒരു റെസിസ്റ്റർ അടുത്ത റെസിസ്റ്ററിന് എന്താണ് പാരലായിട്ട് അല്ലെങ്കിൽ അക്രോസ് ആയിട്ടാണ് വെച്ച് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് സീരീസിനകത്ത് പറഞ്ഞത് എന്താണ്? എല്ലാത്തിനകത്തെയും വോൾട്ടേജ് കറന്റ് എന്താണ്? കറന്റ് സെയിം, വോൾട്ടേജ് ഡിഫറന്റ്. ഇവിടെ ആണെങ്കിൽ എന്താണ്? കറന്റ് എന്താണ്? ഡിഫറന്റ് ആണ്. കാരണം എന്താ? ഓരോ ബ്രാഞ്ച് വരുമ്പോൾ കറന്റ് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ച് വരുമ്പോൾ കറന്റ് എന്ത് ചെയ്തു പോകും? സ്പ്ലിറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് പാരലൽ റെസിസ്റ്റേഴ്സിലെ ഓരോന്നിലെയും കറന്റ് എന്താണ്? ഡിഫറന്റ് ആണ്. പക്ഷെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും പോകുന്നത്. കാരണം ഈ എൻറ്റയർ സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്. കറന്റ് ആണെങ്കിൽ ഓരോ ബ്രാഞ്ച് വരുമ്പോഴും എന്താണ്? സ്പ്ലിറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് ഓരോന്നിലെയും എന്താണ്? പാരലൽ റെസിസ്റ്റേഴ്സിനകത്ത് കറന്റ് ഡിഫറന്റ് ആണ്, വോൾട്ടേജ് സെയിം ആണ്. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മള് എന്താണ്? ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാൽ ആ ബ്രാഞ്ച് നമുക്ക് റിമൂവ് ചെയ്താൽ മതി, ബാക്കിയുള്ളതിനെ എഫക്ട് ചെയ്യത്തില്ല. അതാണ് പാരലൽ സർക്യൂട്ട് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 1/R ടോട്ടൽ അല്ലെങ്കിൽ 1/R ഇക്വലന്റ് എന്ന് പറയുന്നത് 1/R1 + 1/R2 എത്രയുണ്ടോ, എത്ര റെസിസ്റ്റർ ഉണ്ടോ അത്രയും വരെ.
എന്താണ് റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഒരു പ്രോബ്ലം തരട്ടെ? ഇതേ പ്രോബ്ലം തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് നമ്മളിപ്പോ എഴുതിയ സീരീസിന്റെ അതേ പ്രോബ്ലം തന്നെ അതിനെ എന്താണ് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നിങ്ങൾ ആൻസർ നോക്കുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തനിയെ ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് സീരീസ് സർക്യൂട്ടും പാരലൽ സർക്യൂട്ടും പഠിച്ചു. ഇനി അടുത്ത് നമ്മള് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കറന്റ് ഡിവിഷൻ റൂൾ ആണ്. ഹലോ, കറന്റ് ഡിവിഷൻ റൂൾ ആണ്. കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്, ഈ റൂൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മള് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പാരലൽ സർക്യൂട്ടിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഒന്നിലധികം റെസിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബ്രാഞ്ചിനകത്ത്, ഇപ്പം റെസിസ്റ്റർ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ ഇരിക്കുന്ന ബ്രാഞ്ചിനകത്ത്, ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ്ട് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹലോ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ല, അതൊന്ന് ലാസ്റ്റ് ആഴ്ച തരുവാ. കേൾക്കുന്നില്ല. ഫസ്റ്റ് ഒരു പ്രോബ്ലം കാണിച്ചിട്ടായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അല്ല, അത് അവസാനം ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ ഗ്രൂപ്പില്? ഇട്ടുതരാം. ഇതാ ഈ PPT ഫുൾ അയച്ചു തരാം. അപ്പൊ നമ്മള് ഇതാണോ സീരീസിന്റെ ആണോ? സീരീസിന്റെ പ്രോബ്ലം ആണോ ഉദ്ദേശിച്ചത്? അത് എഴുതാൻ പറ്റിയില്ലായിരുന്നോ? ഞാൻ ടോപ്പിക്ക് ഓക്കെ ശരി. ഇതിന്റെ വാല്യൂ കിട്ടിയായിരുന്നല്ലോ അല്ലെ പാരലൽ സർക്യൂട്ടിന്റെ? ഓക്കെ. അടുത്ത കറന്റ് ഡിവിഷൻ റൂൾ ആണ്. രണ്ട് ടൈപ്പ് റൂൾ ഉണ്ട്. കറന്റ് ഡിവിഷൻ റൂളും ഉണ്ട്, വോൾട്ടേജ് ഡിവിഷൻ റൂളും ഉണ്ട്. കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. കറന്റ് ഡിവിഷൻ റൂൾ ഒരു പാരലൽ സർക്യൂട്ടിനകത്ത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഈ റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. റൂള് ബ്രാഞ്ച് മാറുന്നതനുസരിച്ച്, പക്ഷെ ജനറൽ ആയിട്ട് ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഏത് ബ്രാഞ്ചിന്റെ ആണ് ഇപ്പൊ തൽക്കാലം നമ്മൾ 2 റെസിസ്റ്റർ എടുക്കുവാണ്. 2ഓ അതിൽ കൂടുതലോ റെസിസ്റ്റേഴ്സ് വരാം. 2 റെസിസ്റ്റർ എടുക്കുമ്പോൾ ഇപ്പൊ R1 R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റർ ഒരു സർക്യൂട്ടിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ പാരലൽ സർക്യൂട്ട് തന്നെ എടുക്കുകയാണ്. R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റർ. അപ്പൊ ഇവിടെ ഞാൻ എക്രോസും ഇതിലൊരു കറന്റ് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. I എന്ന് പറയുന്ന കറന്റ് ആണ് മൊത്തത്തിൽ ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കറന്റ് I ആണ്. ആ കറന്റ് ഈ ഓരോ റെസിസ്റ്ററിൽ വരുമ്പോഴും എന്തായി പോകും? സ്പ്ലിറ്റ് ആവും. ഇപ്പൊ R1 വരുമ്പോ ആ കറന്റ് I1 ആകും, R2 വരുമ്പം I2 ആവും, RN വരുമ്പം IN ആകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ഇനി അടുത്തത് കറന്റ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാ പറയുന്നത്. ഇപ്പം ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു പാരലൽ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ പാരലൽ സർക്യൂട്ടിനകത്ത് 2 റെസിസ്റ്റർ ഉണ്ട്. നിങ്ങൾ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഉള്ള കറന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. അപ്പൊ ഏത് കറന്റാ കണ്ടുപിടിക്കേണ്ടത്? ഒരു സർക്യൂട്ടിനകത്ത് I1 കണ്ടുപിടിക്കണം. അപ്പൊ I1 കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ ആകെ 2 റെസിസ്റ്ററേ ഉള്ളൂ, R1 R2 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1-ലൂടെയുള്ള കറന്റ് I1 കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറയുന്ന റൂള് വ്യക്തമായി നോക്കുക. I1-ലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ കറന്റ് ഇൻറ്റു ഏതിലൂടെയുള്ള കറന്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റർ. ഏതിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കാനാ ഞാൻ പറഞ്ഞേ? R1-ലൂടെ. അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റർ ഏതാണ്? R2. R1 അല്ലെങ്കിൽ R2 അല്ലെ അടുത്ത ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ അടുത്ത റെസിസ്റ്റർ R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതാണ് കറന്റ് ഡിവിഷൻ റൂൾ. കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഏതിലൂടെയുള്ള കറന്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഇൻറ്റു അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇൻ കേസ് ഞാൻ R1-ലൂടെയുള്ള അല്ല R2-ലൂടെയുള്ള കറന്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ I2 എന്ന് പറയുന്നത് എങ്ങനെ മാറും? I2 is equal to I into R1 divided by ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ ആണോ? ഇതാണ് കറന്റ് ഡിവിഷൻ റൂള്. രണ്ട് റൂളും പറഞ്ഞിട്ട് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യണ്ടല്ലോ. I1 എന്ന് പറയുന്നത് R1-ലൂടെയുള്ള കറന്റ്, I ടോട്ടൽ കറന്റ്, R1 റെസിസ്റ്റർ 1, R2 റെസിസ്റ്റർ 2. ഇൻ കേസ് 3 റെസിസ്റ്റർ വരുവാണെങ്കിൽ ബാക്കിയുള്ള റെസിസ്റ്ററിനെ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്ററിനെ വിട്ടിട്ട് ബാക്കിയുള്ള റെസിസ്റ്ററിനെ അത് സീരീസ് ആണോ പാരലൽ ആയിട്ടാണോ കിടക്കുന്നത് അതിനെ എന്ത് ചെയ്താൽ അത്ര വരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറയുവാണ്. R1, R2, R3 അങ്ങനെ 3 റെസിസ്റ്റർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം R1-ലൂടെയുള്ള കറന്റ് ആണെങ്കിൽ I1 ഇൻറ്റു ബാക്കി 2 റെസിസ്റ്റർ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കിടക്കുന്നത്. എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R2, R3യും സീരീസ് ആണെങ്കിൽ R2 പ്ലസ് R3. ഓക്കെ ആണോ? അപ്പൊ 2 റെസിസ്റ്റർ ആയിട്ട് വീണ്ടും മാറും. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. അത് അത്രയത്തിലേക്ക് പോകേണ്ട സിമ്പിൾ പ്രോബ്ലമേ നിങ്ങൾക്ക് ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഏതിലൂടെയുള്ള കറന്റ് ആണോ അത് ടോട്ടൽ കറന്റ് അത് കണ്ടുപിടിക്കാൻ ടോട്ടൽ കറന്റ് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി അടുത്തത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാ. എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്? ഒരു സർക്യൂട്ടിലൂടെയുള്ള എന്ത് കണ്ടുപിടിക്കാനാ? വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. ഏത് സർക്യൂട്ട് കമ്പോണന്റിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ R1-ലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ഏത് റെസിസ്റ്ററിലെയാണോ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത് ആ റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? കറന്റ് ആണെങ്കിൽ ടോട്ടൽ കറന്റ് ഇൻറ്റു എന്താണ്? ടോട്ടൽ കറന്റ് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു സെയിം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്നും കൂടെ പറയണോ? ഒന്നുകൂടി പറയൂ. കറന്റ് ഡിവിഷൻ റൂൾ ആണെങ്കിൽ കറന്റ് ഡിവിഷൻ റൂളിനകത്ത് ഏതിലൂടെയുള്ള കറന്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അത് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഇൻറ്റു അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. ഇപ്പൊ R1-ലൂടെയുള്ള കറന്റ് ആണെങ്കിൽ R1-ന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R2 ആണ്. R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഡിവിഷൻ ആണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു എന്താണ്? സെയിം റെസിസ്റ്റൻസ്. ഏത് റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് ആണോ കണ്ടുപിടിക്കുന്നത് ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോ മനസ്സിലാവും. പ്രോബ്ലം തരട്ടെ? ഈ ക്വസ്റ്റ്യൻ എഴുതോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. നിങ്ങൾ ആൻസർ ആദ്യമേ നോക്കരുത്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തനിയെ ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ റൂൾ അനുസരിച്ച്.
ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ആയി. ഓക്കെ. എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു പാരലൽ സർക്യൂട്ട്, അതിന് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1 R2. R1ന്റെ വാല്യൂ 10 ഓമും R2ന്റെ വാല്യൂ 20 ഓമും. ടോട്ടൽ കറണ്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? I തന്നിട്ടുണ്ട്. I is equal to 10 ആംപിയർ. ഇനി എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റർ R1ലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. റെസിസ്റ്റർ R1ലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I1. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂള് എന്നൊന്നും ക്വസ്റ്റ്യനകത്ത് പറയത്തില്ല. എന്താണ് പാരലൽ സർക്യൂട്ട് എന്നോ അല്ല കറണ്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അതെന്താണ്? കറണ്ട് ഡിവിഷൻ റൂൾ ആയിരിക്കും. അപ്പം ഇവിടെ കറണ്ട് ത്രൂ റെസിസ്റ്റർ R1 ആണ്. കറണ്ട് ത്രൂ റെസിസ്റ്റർ R1 എന്ന് പറയുമ്പോൾ I1 കണ്ടുപിടിക്കണം. I1 എന്ന് പറയുന്നത് എങ്ങനെയാ ഇക്വേഷൻ വരുന്നത്? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റർ. ഇവിടെ ഏതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കേണ്ടത്? R1ലൂടെയുള്ള. അതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതാണ്? R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 ഇൻറ്റു R2 എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 20 കണ്ടുപിടിക്കുക. നിങ്ങൾ ചെയ്തിട്ടേ നോക്കാവൂ കേട്ടോ ആൻസർ. വാല്യൂ കിട്ടിയായിരുന്നോ? ചെയ്ത് കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Imagine a parallel circuit with a 10 ohm resistor and a 20 ohm resistor and the current flowing through the resistor R2. R2ലൂടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട് 5 amps. Find the total current flowing through the circuit. സർക്യൂട്ടിലൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് I കണ്ടുപിടിക്കുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതിട്ട് പറയാം. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. എന്താണ് ക്വസ്റ്റ്യനില്? R1 R2 തന്നിട്ടുണ്ട്. R2ലെ കറണ്ട് ഫ്ലോ തന്നിട്ടുണ്ട്. R2ലെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താണ്? I2. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഈ I2 R1 R2 ഒന്നും സ്പെസിഫൈ ചെയ്തില്ലായിരിക്കും. നിങ്ങൾ അല്ലാതെ എന്താണ് ഡിനോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ടോട്ടൽ കറണ്ട് I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. I2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? I ഇൻറ്റു ടോട്ടൽ കറന്റ് ഇൻറ്റു എന്താണ്? ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. I2ന്റെ റെസിസ്റ്റർ R2 ആണ്. അപ്പൊ R2ന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റർ R1 ബൈ R1 പ്ലസ് R2. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കുക, കറക്റ്റ് ആൻസർ ആണോ നോക്കുക. ആൻസർ കിട്ടിയോ? കിട്ടി. അപ്പം കറണ്ട് ഡിവിഷൻ റൂള് ഓക്കെ അല്ലേ? ഓക്കെ. വോൾട്ടേജ് ഡിവിഷൻ റൂളിന്റെ പ്രോബ്ലം തരട്ടോ, എഴുതിക്കോ.
ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്താണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇമാജിനറി സർക്യൂട്ട് വിത്ത് 10 ഓം റെസിസ്റ്റർ R1 തന്നിട്ടുണ്ട്, അതിന് 20 ഓം റെസിസ്റ്റർ R2 തന്നിട്ടുണ്ട്, ടോട്ടൽ വോൾട്ടേജ് V തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വോൾട്ടേജ് ത്രൂ ദ റെസിസ്റ്റർ R1. R1-ലൂടെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? VR1 ആണ്. VR1 എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് വോൾട്ടേജ് ഡിവിഷൻ റൂള്? വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഒരാൾ പറഞ്ഞേ. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു R1 by R1 plus R2. R1 by R1 plus R2 എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു സെയിം റെസിസ്റ്റൻസ് ബൈ സെയിം റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുമ്പോൾ ഓർമ്മ വേണം എന്താണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ആ സെയിം റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ VR1 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 10 ഇൻറ്റു 10 by 10 plus 20. കിട്ടിയ ആൻസർ? എന്താണ്? ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ഇലക്ട്രിക് കമ്പോണന്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് എനർജിയുടെ എമൗണ്ട് അല്ലെങ്കിൽ അതിനെയാണ് നമുക്ക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. കപ്പാസിറ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സി ആണ്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി എന്ന് പറയുന്നത് എന്താണ്? Q by V. സി കപ്പാസിറ്റൻസ്, കപ്പാസിറ്റൻസ്, Q എന്ന് പറയുന്നത് ചാർജ്, അതുപോലെ തന്നെ V വോൾട്ടേജ്. ഈ മൂന്നിന്റെയും യൂണിറ്റ്സും കൂടെ ഒന്ന് പഠിച്ചേക്കാം. സി കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാരഡ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സിൽ. എന്താണ് ചാർജിന്റെ യൂണിറ്റ്? കൂളോം. V വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്. അപ്പം കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ Q by V. നമ്മൾ ഓൾറെഡി കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ വേണമല്ല. ഇൻഡക്ടർ എന്താണ്? ഇൻഡക്ടറും എന്താണ്? എനർജി സ്റ്റോർ ചെയ്യാണ്. എന്താണ്? എന്തിന്റെ ഫോമിലാണ്? കപ്പാസിറ്റർ ഇലക്ട്രിക്കൽ എനർജിയുടെ ഫോമില് എനർജി സ്റ്റോറേജ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എനർജിയുടെ ഫോമിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെയും എന്താണ്? ഇൻഡക്ടർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസിന്റെ സിമ്പൽ പതിവിലും വ്യത്യാസമായിട്ടുള്ള ലെറ്റർ ആണ് L. SI യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി ആണ്. Lന്റെ ഇക്വേഷൻ Φi by Φi എന്ന് പറഞ്ഞാൽ Φ ആണ് ഉദ്ദേശിക്കുന്നത്. Φi I. അപ്പം Φi എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് Φ എന്ന് പഠിച്ചാലും മതി. Φ by I. Φ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന കറന്റിന്റെ ഒരു പ്രോപ്പർട്ടിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ കറന്റ്. Φ ഡിവൈഡഡ് ബൈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. Φ ഡിവൈഡഡ് ബൈ I. Φ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, I എന്ന് പറയുന്നത് കറന്റ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് വോൾട്ടേജ്? V is equal to IR. പവർ P is equal to V into I. പിന്നെ പഠിച്ച ഇക്വേഷൻ പവർ, വോൾട്ടേജ്, പിന്നെന്താണ്? കറന്റ് പഠിച്ചു. റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണെങ്കിൽ R equivalence equal to അല്ലെങ്കിൽ R total is equal to R1 plus R2 plus etc. up to Rn. പിന്നെ പാരലൽ ആണെങ്കിൽ 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus etc. up to 1 by Rn. നെക്സ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ റൂള്.
voltage division rule. If current flowing through what is the voltage flowing through the resistor R1? R1 is equal to V into total total voltage into R1 by total R1 by total resistance. Current division rule for I1. I into R2 by total resistance. Then capacitance equation C is equal to Q by V. Inductance equation L is equal to phi by I. Phi എന്നാണ് ഇതിനെ നമ്മൾ ഉച്ചരിക്കുന്നത്. Phi. Next, energy stored in a capacitor. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ നമുക്ക് U എന്നും E എന്നും ഡിനോട്ട് ചെയ്യാം. എന്തിനാ? കപ്പാസിറ്ററിന്റെ എനർജി സ്റ്റോറേജിന് E. എനർജി സ്റ്റോറേജിന്റെ യൂണിറ്റ് ജൂളിലാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. C ഫാരഡ്, V വോൾട്ട്, Q കൂളം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ്? ഹെൻറി. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജി സ്റ്റോറേജിന്റെ U ഇസിക്കൽ അല്ലെങ്കിൽ E ഇസിക്കൽ ഹാഫ് CV സ്ക്വയർ. ഈ ഇക്വേഷൻ എന്നാണ് ബാക്കിയുള്ള ഇക്വേഷൻസ് വരുന്നത്. സിക്ക് പകരം എന്ത് കൊടുക്കാം? കപ്പാസിറ്റൻസ് Q by V കൊടുത്താൽ ഇക്വേഷൻ എങ്ങനെ വരും? Q by V ഡിനോമിനേറ്ററിലെ വിയും ന്യൂമറേറ്ററിലെ സ്ക്വയറും പോകും. അപ്പൊ എന്ത് വരും? ഹാഫ് QV എന്ന് പറഞ്ഞ് വരും. ഓക്കെ അല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഈ ഹാഫ് QVക്ക് പകരം എന്ത് കൊടുക്കാം? വിക്ക് പകരം എന്ത് കൊടുക്കാം? കപ്പാസിറ്റൻസിന്റെ ടേംസിൽ വിക്ക് പകരം C ഇസിക്കൽ ടു Q by V അല്ലേ? അപ്പൊ വിക്ക് പകരം Q by C കൊടുത്തൂടെ? വിക്ക് പകരം Q by C കൊടുത്തു. അപ്പൊ Q by C കൊടുക്കുമ്പോ ഹാഫ് Q into Q by C എന്ന് പറഞ്ഞാൽ ഹാഫ് Q സ്ക്വയർ by C. ഓക്കെ ആണ്? ഈ മൂന്ന് ഇക്വേഷനും കിട്ടിയത്. നമ്മുടെ ബേസ് ഇക്വേഷൻ ഹാഫ് CV സ്ക്വയർ. ഈ വിക്ക് പകരം ഇവിടെ സിക്ക് പകരം എന്ത് കൊടുത്തു? Q by V കൊടുത്തു. ഫസ്റ്റ് ഇക്വേഷനിൽ സിക്ക് പകരം Q by V കൊടുക്കുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഹാഫ് QV കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനിൽ വിക്ക് പകരം എന്ത് കൊടുക്കുകയാണ്? Q by C കൊടുക്കുകയാണ്. Q by C കൊടുക്കുമ്പോൾ ഹാഫ് Q സ്ക്വയർ by C. ഒന്നുമില്ല, നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ മാറ്റിയും തിരിച്ചും ആ ഓരോ ടേമിലും കൊടുക്കുമ്പോൾ മൂന്ന് ഇക്വേഷൻസ് അല്ല, ബാക്കി രണ്ട് ഇക്വേഷൻസ് കിട്ടും. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകട്ടോ. ഇതിപ്പോ നമ്മൾ പഠിച്ച എന്താണ്? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി. ഇനി അടുത്ത എന്താണ്? ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി. ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്ക് W എന്നും ഇവിടെയും E എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അവിടെ എന്താണ്? എനർജിയുടെ ലെറ്ററിന് പ്രസക്തി ഇല്ല. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്താണ്? ഇൻഡക്ടറിലെ ആണെങ്കിൽ ഹാഫ് ഇൻഡക്ടറിന്റെ ടേമിൽ എന്ത് വരണം? ഇക്വേഷൻ വരണം. E is equal to half Li square. കപ്പാസിറ്റൻസിന്റെ എന്തായിരുന്നു? E is equal to half, ഇതേ ടേം തന്നെ എന്തായിരുന്നു ഇക്വേഷൻ? ഹാഫ് CV സ്ക്വയർ. ഇവിടെ ഹാഫ് Li സ്ക്വയർ. മനസ്സിലായ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? കപ്പാസിറ്ററിൽ ഹാഫ് CV സ്ക്വയർ, ഇൻഡക്ടറിൽ ഹാഫ് Li സ്ക്വയർ. കപ്പാസിറ്ററിലെ ബാക്കി ഇക്വേഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. Li സ്ക്വയർ ഇത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ? വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ ശരിക്കും പറഞ്ഞ എന്താണ്? രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെയുള്ള കറന്റ് ഫ്ലോ ബിറ്റ്വീൻ ടു പോയിന്റ്സ്, രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? വോൾട്ടേജ് അക്രോസ് ദ ടു പോയിന്റ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നും കൂടെ ചേർക്കണം. അത് പറഞ്ഞില്ലെങ്കിൽ ഓംസ് ലോ ആവത്തില്ല. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താണ്?
നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറന്റ് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെ തന്നെ പഠിക്കണം. കറന്റ് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് നമ്മൾ എഴുതുന്നത്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്നല്ല. അതാണ് ഓംസ് ലോയുടെ ബേസിക് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. ഈ റെസിസ്റ്റൻസ് എവിടുന്ന് വരുന്നതാണ്? ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഇക്വേഷൻ V is equal to IR എന്ന് എഴുതുന്നത്. മനസ്സിലായോ? ഓംസ് ലോയുടെ ബേസിക് ഇക്വേഷൻ ആണ് V is equal to IR. ആ ഇക്വേഷനിൽ നിന്നാണ് എല്ലാ ഇക്വേഷൻസിലേക്കും പോകുന്നത്. ഓംസ് ലോ വരെ പഠിച്ചു. ഇനി അടുത്ത ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് പറയാം. എന്താണ് കറന്റിന്റെ ഇക്വേഷൻ? I is equal to കറന്റ് ഇക്വേഷൻ എന്താണ്? I is equal to V by R. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണ്? VR1 പറഞ്ഞോ. Total voltage into R1 by total resistance. Same resistance divided by total resistance. Current division rule through R2. R2 പറഞ്ഞേ. IR2 total current into R1 by R1 plus R2. Capacitance in the energy storage equation is equal to half is equal to half CV square. Inductant the energy storage equation half W is equal to half L I square. Inductance equation L is equal to 5 by 5. Capacitance equation C is equal to Q by V. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കിർച്ചോഫ്സ് ലോ ആണ്. കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. എന്താ വെച്ചാൽ ഏതൊരു സർക്യൂട്ടിന്റെയും കറന്റും വോൾട്ടേജും എല്ലാം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ബേസ് ലോ ആണ് കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത്. രണ്ട് ലോസ് ഉണ്ട് കിർച്ചോഫ്സ് ലോ. ഒന്ന് കിർച്ചോഫ് കറന്റ് ലോ, അടുത്തത് കിർച്ചോഫ് വോൾട്ടേജ് ലോ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ KCL-ഉം KVL-ഉം. KCL എന്ന് പറഞ്ഞാൽ എന്താണ്? കിർച്ചോഫ്സ് കറന്റ് ലോ. KVL എന്ന് പറയുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഫസ്റ്റ് ലോ ആണ് KCL. KCL സജസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഒരു ജംഗ്ഷൻ, ഒരു സർക്യൂട്ടിന്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളത് ബേസിക് ടേംസ് പഠിക്കും. അപ്പൊ ഞാൻ പറയാം ജംഗ്ഷൻ എന്താണ്, നോഡ് എന്താണ്, ബ്രാഞ്ച് എന്താണ്, ഒരു സർക്യൂട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതിപ്പോ ഒരു ജംഗ്ഷൻ ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ ഒന്നിലധികം സർക്യൂട്ട് കമ്പോണൻസ് അല്ലെങ്കിൽ പോയിന്റ് ചേരുന്നതാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോ എന്താണ്? ഒരു ജംഗ്ഷൻ ആണ്. അപ്പം ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള കറന്റ്, അതായത് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? കിർച്ചോഫ് കറന്റ് ലോ, KCL. ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള കറന്റ് അല്ലെങ്കിൽ ജംഗ്ഷനിൽ എൻറ്റർ ചെയ്യുന്ന കറന്റ് എന്തിന് ഈക്വൽ ആണ്? ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്ന കറന്റിനോട് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഈ ലോയെ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള എല്ലാ കറന്റുകളുടെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ KCL എന്താണ്? KCL എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിർച്ചോഫ് കറന്റ് ലോ എന്ന് പറയുന്നത് ജംഗ്ഷനിൽ എൻറ്റർ ചെയ്യുന്ന കറന്റും ലീവ് ചെയ്യുന്ന കറന്റും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള എല്ലാ കറന്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നോർമലി KCL ഒരു റൂൾ ഉണ്ട്. KCL റൂൾ എന്ന് പറയുന്നത് കറന്റ് ഒരു നോഡിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എൻറ്റർ ചെയ്യുന്ന കറന്റ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. കറന്റ് നോഡിൽ ലീവ് ചെയ്യുവാണെങ്കിൽ, അവിടുന്ന് തിരിച്ചു പോകുവാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് സൈനും ആയിരിക്കും കൊടുക്കുന്നത്. കറന്റ് ഫ്ലോ ഓൾവേസ്, കറന്റ് അതുമായിട്ട് ഇത് കൂട്ടിക്കൊഴിക്കരുത്. കറന്റ് ഫ്ലോ ഓൾവേസ് ഫ്രം എവിടെ നിന്നാണ്? പോസിറ്റീവ് എന്നായിരിക്കും. പക്ഷേ നോഡിൽ നോഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിൽ എൻറ്റർ ചെയ്യുന്ന കറന്റിന്റെ വാല്യൂ നമ്മൾ നെഗറ്റീവ് ആയിട്ടും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന കറന്റിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. KCL നിയമം അനുസരിച്ച്, അതായത് കിർച്ചോഫ് കറന്റ് ലോ അനുസരിച്ച്. അപ്പൊ കിർച്ചോഫ് കറന്റ് ലോ അനുസരിച്ച് കറന്റ് എൻറ്ററിങ് എ ജംഗ്ഷൻ എന്തിനോട് ഈക്വൽ ആണ്? കറന്റ് ലിവിംഗ് ദ ജംഗ്ഷൻ. അല്ലെങ്കിൽ ആ പോയിന്റിലുള്ള ഓവറോൾ കറന്റിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും.
ഇനി ക്രിർച്ചോഫ് വോൾട്ടേജ് ലോ, ക്രിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്, ഈ ക്രിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് നമ്മളൊരു നോഡിനെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ബേസ് ചെയ്താ പറഞ്ഞത്. പക്ഷേ ക്രിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്, KVL പറയുന്നത് ഒരു ലൂപ്പിനെ ബേസ് ആണ്. ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡിയർ സർക്യൂട്ട്. ലൂപ്പ് ആ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ലൂപ്പ് മെഷ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ബേസിക് ടേംസ് പറയാം, അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. ഇതാണ് ഒരു സർക്യൂട്ട്, സിമ്പിൾ ആയിട്ട് ഒരു സർക്യൂട്ട്. സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആദ്യം ബേസിക് ടേംസ് പറയാം, എന്നിട്ട് KCL-ലോട്ടും KVL-ലോട്ടും പറയാം. അപ്പം മെഷും നോഡും എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക് ടേംസ് എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിന്റെ ബ്രാഞ്ച് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. അപ്പം ഇതിപ്പം രണ്ട് പാർട്ടാണ്. ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കുവാണെങ്കിൽ ഏതെങ്കിലും രണ്ട് ജംഗ്ഷനുകൾക്കിടയിലുള്ള എലമെന്റിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. അതായത് ഇവിടുത്തെ രണ്ട് ജംഗ്ഷൻ ഏതാ? എയും ബിയും. എ ബിക്ക് ഇടയ്ക്ക് ഒരു എലമെന്റ് ഉണ്ട്, ബിയിലും സിക്കും ഇടയ്ക്ക് ഒരു എലമെന്റ് ഉണ്ട്, ബിക്കും ഡിക്കും ഇടയ്ക്ക് ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ടു ജംഗ്ഷൻസ്. രണ്ട് ജംഗ്ഷൻസിന് ഇടയ്ക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പാത്തിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. അപ്പൊ ഇവിടുത്തെ ബ്രാഞ്ച് ഏതൊക്കെയാണ്? AB ബ്രാഞ്ച് ആണ്. പിന്നെ അടുത്ത് BC ബ്രാഞ്ച് ആണ്, CD. ഈ സിയും ഡിക്കും ഇടയ്ക്ക് എന്തോ ഉണ്ട്? ഒരു കമ്പോണന്റ് ഉണ്ട്, അതായത് കറണ്ട് സോഴ്സ് ആണിത്, കറണ്ട് സോഴ്സ്. പിന്നെ എയ്ക്കും ഡിക്കും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? 10 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിക്കും ഡിക്കും ഇടയ്ക്ക് ഒരു എലമെന്റ് ഉണ്ട്, അത് റെസിസ്റ്റർ ആണ്. അപ്പൊ ഇവിടെ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നൂടെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ ഫിഗർ നോക്കി പറയണം. AB ബ്രാഞ്ച് ആണ്. പിന്നെ 5 ബ്രാഞ്ച്. 5 ബ്രാഞ്ച് ഉണ്ട്, AB BC. ഞാൻ ചോദിക്കട്ടെ, AD എന്ന് പറയുന്ന ബ്രാഞ്ചിലെ സർക്യൂട്ട് കമ്പോണന്റ് ഏതാണ്? എന്താണ്? വോൾട്ടേജ് സോഴ്സ്. CD ആണെങ്കിൽ കറണ്ട് സോഴ്സ്. BCക്കോ? റെസിസ്റ്റർ. BD റെസിസ്റ്റർ, AB റെസിസ്റ്റർ. അപ്പൊ ബ്രാഞ്ച് എന്താണെന്ന് മനസ്സിലായോ? രണ്ട് ജംഗ്ഷനുകൾക്കിടയിൽ ഒരു സർക്യൂട്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? സർക്യൂട്ട് എലമെന്റോ കമ്പോണന്റോ ഉണ്ടെങ്കിൽ അതെന്താണ്? ബ്രാഞ്ച് ആണ്. ഇനി അടുത്തത് നോഡാണ്. എന്താണ് നോഡ്? എ പോയിന്റ് ഓർ ജംഗ്ഷൻ വേർ 2 or more സർക്യൂട്ട് എലമെന്റ്സ്. ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനോ ഒന്നിലധികം സർക്യൂട്ട് എലമെന്റ്സ്. സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ റെസിസ്റ്റർ ആവാം, കപ്പാസിറ്റർ ആവാം, ഇൻഡക്ടർ ആവാം. അതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? സർക്യൂട്ട് എലമെന്റ്സ് എന്ന് പറയാം. ഒന്നിലധികം സർക്യൂട്ട് എലമെന്റ്സ് ജോയിൻ ചെയ്ത് വരുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? പിന്നെ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് നോഡേ ഉള്ളൂ, ബിയും ഡിയും. ബി എന്ന് പറയുന്ന കമ്പോണന്റിനകത്ത് ഏതൊക്കെ എലമെന്റ് ഉണ്ട്? 3 സർക്യൂട്ട് എലമെന്റ് ഉണ്ട്. ഇതാണ് ഒരു നോഡ്. ഈ നോഡുമായിട്ട് ഇവിടെ 5 ഓം ഒരു സർക്യൂട്ട് എലമെന്റ് ആണ്, 3 ഓം ഒരു സർക്യൂട്ട് എലമെന്റ് ആണ്, 4 സർക്യൂട്ട് എലമെന്റ് ആണ്. പിന്നെ അടുത്ത നോഡ് എന്ന് പറയുന്നത് ഡി ആണ്. ഡിയില് എന്താണ്? ഡിയില് 4 ഓം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? 2 ആംപിയറും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എയും സിയും എടുക്കാം നോഡായിട്ട്, കാരണം ഇവിടെ ഒന്നിലധികം സർക്യൂട്ട് എലമെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒന്നിലധികം സർക്യൂട്ട് എലമെന്റ്സ് എന്ത് വേണമെങ്കിലും വരാം. കറന്റ് സോഴ്സോ വോൾട്ടേജ് സോഴ്സോ റെസിസ്റ്ററോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഇതെല്ലാം സർക്യൂട്ട് എലമെന്റ്സ് ആണ്. ഒന്നിലധികം വരണം എന്ന് മാത്രമേ ഉള്ളൂ. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ. നോഡ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്ന് ഒന്നിലധികം കമ്പോണൻസ് പോകണം. അടുത്ത എന്താണ്? മെഷ് ആണ്. മെഷും ലൂപ്പും എന്തോ നോഡ് പറയാം. നോഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സർക്യൂട്ട് കമ്പോണൻസ് വരണം. അത് സെയിം കമ്പോണന്റ് ആവാം, ഡിഫറന്റ് ആകാം. ഇപ്പൊ ബി എന്ന് പറയുന്ന നോഡല്ലേ? ബി എന്ന് പറയുന്ന നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ആണ്. ബി എന്ന് പറയുന്ന ആ ജംഗ്ഷനിൽ വരുന്ന സർക്യൂട്ട് എലമെന്റ്സ് ഏതൊക്കെയാണ്? 5 ഓം റെസിസ്റ്റർ വന്നിട്ടുണ്ട്, 3 ഓം റെസിസ്റ്റർ വന്നിട്ടുണ്ട്, 4 ഓം റെസിസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത നോഡ് എടുക്കുവാണെങ്കിൽ ഡി എന്ന് പറയുന്ന നോഡ് എടുക്കുവാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്? ഇവിടുന്ന് പോയിരിക്കുന്നത് 4 ഓം റെസിസ്റ്റർ. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ്, ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ കറണ്ട് സോഴ്സ്. അങ്ങനെ സി എന്ന് പറയുന്ന നോഡ് എടുക്കുവാണെങ്കിൽ
സിയിൽ അല്ല സിയും എയും നോഡ് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് സിയുടെ എയിലും സിയിലും മൂന്നാമതൊരു ഇത് പോയിട്ടില്ല. മനസ്സിലായോ? ഡിയില് 3 ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഡിയില് 3 ഭാഗത്തേക്ക് പറയത്തുള്ളൂ. എല്ലാ സൈഡിലേക്കും പോകണം, എന്നാലേ അത് നോഡ് ആകത്തുള്ളൂ. സി എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചത് ക്ലോസ് ചെയ്തു, മൂന്നാമതൊരു ഇതിലേക്ക് പോകുന്നില്ല. എയിലും പോകുന്നില്ല. എയിൽ ഇവിടെ രണ്ടിടത്തും വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇത് നോഡ് ആവത്തില്ല. ഇവിടെ 2 നോഡേ വരത്തുള്ളൂ, ബിയും ഡിയും മാത്രം. ഇപ്പൊ ക്ലിയർ ആയോ? അല്ല അപ്പൊ ഈ ഡെഫിനിഷനിൽ 3 or more എന്നല്ലേ കൊടുക്കണ്ടേ? 2 or more പറയുമ്പോ 2 or more എന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സർക്യൂട്ട് എലമെന്റ്സ് വരണം എന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ, മീറ്റിംഗ് പോയിന്റ് ആവണം എന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അത് ജസ്റ്റ് അല്ലാതെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സിയും എയും വരത്തില്ല. 2 or more ഇവിടെ വന്നിട്ടില്ലല്ലോ, 2 മാത്രമല്ലേ വന്നിട്ടുള്ളൂ. എയില് 2 മാത്രമല്ലേ വന്നിട്ടുള്ളൂ, സിയില് 2 മാത്രമല്ല, ബിയിലും ഡിയിലും അല്ലേ 2ൽ കൂടുതൽ വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? 2 അല്ല, 2ഉം അതിൽ കൂടുതലും വരണം. 2 മാത്രമല്ല, 2ഉം അതിൽ കൂടുതലും മീൻസ് 3 വരണം. ഓക്കെ. നെക്സ്റ്റ് മെഷ് ആണ്. മെഷ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. മെഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്. അതിനകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ എൻഡ് ചെയ്യണം, അത് ലൂപ്പ് എന്ന് പറയാം. പക്ഷെ ഇവിടെ മെഷിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു ലൂപ്പ് വന്നിട്ട് അതിന്റെ അകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ലൂപ്പ് വരുന്നുണ്ട്? എയിൽ സ്റ്റാർട്ട് ചെയ്തു, എ ബി ഡി എ. ഓക്കെ ആണോ? എ ബി ഡി എ ഇവിടെ എൻഡ് ചെയ്തു. എയിൽ സ്റ്റാർട്ട് ചെയ്തു, എയിൽ തന്നെ എൻഡ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ബി സി ഡി ബി. ഞാൻ ഒരു ലൂപ്പ് കൂടെ പറയാം. എ ബി സി ഡി എ വരുമോ? അത് ഇല്ല. കാരണം എന്താ? അതിന്റെ അകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. എന്താണ്? മെഷ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പാണ്, മറ്റ് ലൂപ്പ് അതിനകത്ത് വരാൻ പാടില്ല. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ മെഷ് ഇനി അടുത്ത ലൂപ്പ്. മെഷ് എന്ന് പറഞ്ഞാൽ അതായത് ഒന്നി സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് എൻഡ് ചെയ്യണം. അതിനകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. എ ബി ഡി എ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ബി സി ഡി ബി എന്ന് പറയുന്ന ഒരു ലൂപ്പാണ്. ഞാൻ പറഞ്ഞ ലൂപ്പ് വരാത്ത കാരണം എ ബി സി ഡി എ അത് ലൂപ്പ്. കാരണം എന്താണ്? അതിനകത്ത് ഈ 2 ലൂപ്പും വരുന്നത് കൊണ്ട് അത് മെഷ് ആവത്തില്ല. മനസ്സിലായപ്പോ? 2 മെഷേ ഉള്ളൂ. 2 മെഷേ ഉള്ളൂ. 2 മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൂപ്പ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ലൂപ്സ് ആയിരിക്കണം. ഓക്കെ ആണോ? ഇനി അടുത്ത ലൂപ്പ് എന്താണെന്ന്. ലൂപ്പ് മെഷ് നമ്മൾ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഇവിടെ ലൂപ്പ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് ഒന്നുകൂടെ വരും. ഏതുകൂടെ വരും? എ ബി ഡി എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ബി സി ഡി ബി എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ഞാൻ പറഞ്ഞു എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. ഇപ്പൊ മനസ്സിലായ ലൂപ്പ് മെഷും നമ്മളുടെ വ്യത്യാസം? മെഷിനകത്ത് ലൂപ്പ് വരാൻ പാടില്ല. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇൻഡിവിജ്വൽ ആകത്തില്ല, കമ്പൈൻഡ് വേണമെങ്കിൽ വരാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ലൂപ്പ് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷനുണ്ട്. ഒരു ക്ലോസ്ഡ് എന്താണ്? ഇപ്പം നമ്പർ ഓഫ് ലൂപ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ലൂപ്സിനെ നമുക്ക് L എന്ന് ഡിനോട്ട് ചെയ്താൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എത്ര നോഡ് ഉണ്ട്. ബ്രാഞ്ചസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ് മൈനസ് നമ്പർ ഓഫ് നോഡ്സ് പ്ലസ് 1. അപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുക. ഈ ഇക്വേഷൻ ഒന്നുകൂടെ നോക്കുക. നമ്പർ ഓഫ് ലൂപ്സ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ലൂപ്സ് കണ്ടുപിടിക്കാൻ L കണ്ടുപിടിക്കാൻ B മൈനസ് N പ്ലസ് 1. B എന്താണ്? നമ്പർ ഓഫ് ബ്രാഞ്ചസ്, നമ്പർ ഓഫ് നോഡ്സ് പ്ലസ് 1. അപ്പൊ ഈ പറയുന്ന ഇതിനകത്ത് എന്താണ്? നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ സർക്യൂട്ടിന്റെ ബ്രാഞ്ച് മനസ്സിലാക്കി സർക്യൂട്ടിന്റെ നോഡും മനസ്സിലാക്കിയാൽ നമുക്ക് ലൂപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്?
KCL, KVL. അപ്പം നിങ്ങൾക്ക് ഈ ബേസിക് നോഡ് എന്താണ്, മെഷ് ഇപ്പൊ ഞാൻ പറയുമ്പം അതെന്താണെന്ന് ആലോചിക്കുക. നോഡ് എന്താണ്, മെഷ് എന്താണ്, ലൂപ്പ് എന്താണ്, പിന്നെന്താണ് ഒരു ടേം കൂടെ പറഞ്ഞല്ലോ, മെഷ്, ലൂപ്പ്, നോഡ്, ജംഗ്ഷൻ അല്ല ബ്രാഞ്ച്. അപ്പൊ അങ്ങനെ 4 ടേമാണ് നമ്മൾ പറഞ്ഞത്. ബ്രാഞ്ച് എന്താണ്, നോഡ് എന്താണ്, ലൂപ്പ് എന്താണ്, മെഷ് എന്താണ്, ഇത്രയും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കിർച്ചോഫ് ലോയിലേക്ക് പോകാം. അപ്പൊ KCL എന്ന് പറഞ്ഞാൽ എന്താണ്? KCL എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നോഡ്, ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ കറന്റിന്റെ എൻറ്റർ ചെയ്യുന്ന കറന്റ് എന്തിനോട് ഈക്വൽ ആണ്? അവിടെ ലീവ് ചെയ്യുന്ന കറന്റിനോട് ഈക്വൽ ആണ്. നമ്മള് KVL പറഞ്ഞപ്പോഴാണ് ബേസിക് ടേംസിലോട്ട് പോയത്. KVL എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ്. ഇപ്പൊ ലൂപ്പ് എന്താണെന്ന് ഐഡിയ ഒക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള ടോട്ടൽ വോൾട്ടേജ് 0 ആയിരിക്കും. KCL എന്ന് പറഞ്ഞാൽ കറന്റ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ ഓർ ടോട്ടൽ കറന്റ് അക്രോസ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ KCL പറയാം. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ പിന്നെ ഇതിന്റെ ഒരു ലോ ഉണ്ട്, അത് പറയാം. കറന്റ് ഒരു നോഡിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവും, കറന്റ് ലീവ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ ആരോ മാർക്ക് വെച്ചാണ് നമ്മൾ എൻറ്ററിങ്ങും ലീവിങ്ങും മനസ്സിലാക്കുക. ഇവിടെ I1 എന്ത് ചെയ്യാണ്? എൻ്റർ ചെയ്യുവല്ലേ. ഇവിടെ എൻ്റർ ചെയ്യുന്ന കറൻസ് ഏതൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്നത് നോക്കാതെ പറയാം. എൻ്റർ ചെയ്യുന്ന കറൻസ് ഏതൊക്കെയാ? I1, I3, I4. I1, I3, I4 അല്ലേ? അപ്പൊ അത് എന്ത് കൊടുക്കണമെന്നാ പറഞ്ഞത്? നെഗറ്റീവ് ആണോ? -I1, -I3, -I4. ലിവിംഗ് ദ കറൻസ് ഏതൊക്കെയാണ്? I2, I5. അത് പോസിറ്റീവ് കൊടുക്കുക. +I2 +I5. അപ്പൊ ഇത് 2 രീതിയിൽ നമുക്ക് എഴുതാം. ഒന്ന് എൻട്രിങ് ഈസ് ഈക്വൽ ടു ലിവിംഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതിയാലും ഒരുപോലെ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുവാണെങ്കിൽ സൈൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ടോട്ടൽ ഈക്വൽ ടു 0 കൊടുക്കുവാണെങ്കിൽ സൈൻ കൊടുക്കുക. -I1, -I3, -I4 +I2 +I5 is equal to 0. ഓക്കെ ആണോ? മനസ്സിലായ? ഈ റൂള് 2 രീതിയിൽ എഴുതാം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഒരു ജംഗ്ഷനില് എൻ്റർ ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു ലീവ് ചെയ്യുന്നത് എന്ന് എഴുതുവാണെങ്കിൽ സൈൻ കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുവാണെങ്കിൽ സൈൻ കൊടുക്കുക. അല്ലാതെ എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ലിവിംഗ് എന്ന് എഴുതുവാണെങ്കിൽ 0 കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ലിവിംഗ് ആണെങ്കിൽ ഇങ്ങനെ എഴുതും? I1 plus I2 plus I1 plus I3 plus I4 is equal to I2 plus I5. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വേണം. ഇനി അടുത്തത് പറഞ്ഞു KCL. അടുത്ത KVLന്റെ ഇക്വേഷൻ ആണ്. KVLന്റെ ഇക്വേഷൻ നമുക്ക് അറിയാനൊന്നുമില്ല. ടോട്ടൽ വോൾട്ടേജ് എന്തിനോട് ഇക്വേറ്റ് ചെയ്ത് എഴുതാം? 0 ആയിട്ട്. ഇപ്പൊ V1, V2, V3 ആണ് ടോട്ടൽ വോൾട്ടേജ് എങ്കിൽ V1 + V2 + V3 = 0. ഇൻ കേസ് സർക്യൂട്ടിനകത്ത് I1, റെസിസ്റ്റർ മാത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചോണം. ക്വസ്റ്റ്യനകത്ത് R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റർ തന്നിട്ടുണ്ട്. ആ 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറന്റ് I ആണ്. ഒരു ലൂപ്പിനകത്താണെന്ന് വിചാരിക്കുക. I എന്ന് പറയുന്ന കറന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ KVL ഇക്വേഷൻ ഒന്ന് പറയാവോ? R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റർ. R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റർ. അതൊരു ലൂപ്പിനകത്താണ്. ആ ലൂപ്പിനകത്തുള്ള കറന്റ് I ആണെന്ന് വിചാരിക്കാം. I ആണെങ്കിൽ ആ ലൂപ്പിനകത്തുള്ള KVL ഇക്വേഷൻ എന്ന് പറഞ്ഞേ. R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? വോൾട്ടേജിന്റെ ഇനി അവിടെ നിൽക്കട്ടെ. വോൾട്ടേജിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? V = IR.
അപ്പൊ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് വരും? V1 ആണോ? V1 ഈസ് ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു R1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞൂടെ KVL ഇക്വേഷൻ എന്താണ്? R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് I ഇൻറ്റു R1. R1 plus I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3 0. മനസ്സിലായോ? ഡയറക്റ്റ് വോൾട്ടേജ് തന്നിട്ടില്ലെങ്കിൽ എഴുതാനുള്ള ഇക്വേഷൻ മനസ്സിലായോ? I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3. ഇനി കറന്റ് മാറി വന്നാൽ I1 I2 I3 അങ്ങനെ വന്നാൽ അതനുസരിച്ച് മാറ്റിക്കോണം. ഓക്കെ ആണോ? ഓക്കെ. KCL ഉം KVL ഉം ബേസിക് കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി അതിന്റെ ഒരു കുറച്ച് എന്താണ് നമ്മള് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ ഫിഗറിനകത്ത് നോക്കിയിട്ട് ആ ആൻസർ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ആദ്യം 2 ഇക്വേഷനും പറയണം. ഈസ് ഈക്വൽ ടു 0 വെച്ചുള്ള ഇക്വേഷനും പറയണം, അല്ലാത്ത ഇക്വേഷനും പറയണം. എൻട്രിങ് ലിവിങ്. പറഞ്ഞോ. കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ പറയും. ഇവിടെ എൻട്രി ചെയ്യുന്ന കറന്റ് ഏതൊക്കെയാ? I1, I5, I4. I1, I5, I4, I3. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നമ്മുടെ എൻട്രിങ്ങും ലിവിങ്ങും വെച്ച് എഴുതാം. I1 പ്ലസ് I2 പ്ലസ് I1 പ്ലസ് I3 പ്ലസ് I4 പ്ലസ് I5 ഈസ് ഈക്വൽ ടു I2. ഇനി എന്ത് ചെയ്താൽ മതി? I2 മാത്രമല്ലേ പുറത്തോട്ട് പോകുന്നുള്ളൂ. ഒന്നിക്ക് -I2 ആക്കാം, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും മൈനസ് കൊടുത്തിട്ട് പ്ലസ് I2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തൊന്ന് പറഞ്ഞേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് അറൌണ്ട് എനി ക്ലോസ്ഡ് പാത്തിന്റെ നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റി ആണോ 1 ആണോ 0? എന്താണ്? അത് ഏത് ലോ ആണ്? വോൾട്ടേജ് KVL. ഇനി അടുത്ത KCL എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്താ? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഒരു നോഡിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്ത് അടുത്ത ചാർജ് നോഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. അടുത്ത എന്താണ്? പിന്നെ ഒരു നോഡ് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അടുത്ത എന്താണ്? സർക്യൂട്ടിൽ ഉള്ള എന്താണ്? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണ് കിർച്ചോഫ് കറന്റ് ലോ ബേസ് ചെയ്തുള്ള? നോഡിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒന്ന് എൻട്രി ചെയ്യുന്നത് തന്നെ ലീവ് ചെയ്യുമല്ലേ? എൻട്രിങ്ങും ലിവിങ്ങും ഈക്വൽ അല്ലേ? അപ്പൊ അവിടെ എനർജി സ്റ്റോറേജ് ഉണ്ടോ? ഇല്ല. ചാർജ് സ്റ്റോറേജ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ബി. ചാർജ് cannot be accumulated at the node. ഇനി അടുത്തത് നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞു തന്നെ. KCL is based on the fact that എന്താണ്? There cannot be an accumulation of charge at the node. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഡി. ഇത് നോക്കിയേ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സൂം ചെയ്യണോ ഒന്നുകൂടെ? അത് വെച്ച് റിലേഷൻ എന്ന് പറഞ്ഞ വേഗമാട്ടെ. I2 plus I3 plus I4 is equal to I1 plus I5. ഓക്കെ. ഓപ്ഷൻ ഡി. ഇനി അടുത്ത് നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് ആണ് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നിലധികം റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അറേഞ്ച്മെന്റ് ആണ്. 2 രീതിയിൽ നമുക്ക് സർക്യൂട്ടിനെ അറേഞ്ച് ചെയ്യാം. ഇപ്പൊ റെസിസ്റ്റർ ഇതാണ്ട് ഇങ്ങനെ ഈ ഒരു വൈറ്റ് ടൈപ്പ് ഇൻവേർട്ടഡ് വൈ ടൈപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർ അറേഞ്ച്മെന്റ്. ഇതിപ്പം എന്താണ്? ട്രയാങ്കിൾ ഫോം ആണെങ്കിൽ അത് ഡെൽറ്റ. അപ്പൊ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റാറിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 റെസിസ്റ്റർ ഉണ്ട്. ഡെൽറ്റയിലും അതേ റെസിസ്റ്ററിനെ തന്നെ. ഈ സ്റ്റാറിലുള്ള 3 റെസിസ്റ്ററിനെ ഡെൽറ്റയിലോട്ട് ആക്കുമ്പോൾ ഡെൽറ്റയിൽ വരുന്ന ഈ 3 റെസിസ്റ്ററിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റെസിസ്റ്ററിന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ സ്റ്റാർ എന്നും ഡെൽറ്റ എന്നും പറയുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ 3 റെസിസ്റ്റർ. സ്റ്റാറിലെ 3 റെസിസ്റ്റർ എന്ന് പറയുന്നത് RA, RB, RC. ആ റെസിസ്റ്ററിനെ നമ്മൾ എന്താണ്? ഡെൽറ്റ ആക്കുവാണ്. ഡെൽറ്റ ആക്കുമ്പോൾ
റെസിസ്റ്റർ അത് R1ഉം R2ഉം R3 ആയിട്ട് മാറും. അപ്പൊ ഈ R1ന്റെയും R2വിന്റെയും R3ന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ പറയുന്നത്. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ എങ്ങനെ പഠിക്കാൻ പാടാം. അപ്പൊ ഇതിനൊരു എളുപ്പമാർഗമുണ്ട്. ഈ R1 കണ്ടുപിടിക്കാൻ R1 എന്തിന്റെയൊക്കെ ഇടയ്ക്ക് അത് അറിഞ്ഞിരിക്കണം. ഈ ഫിഗർ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് നമ്മൾ ആ ഓർഡറിൽ എഴുതിയാൽ മതി. എ ബി സി കൊടുക്കുക, എ ബിക്ക് ഇടയ്ക്ക് R1 കൊടുക്കുക, ബി ടു സിക്ക് ഇടയ്ക്ക് ആ ഫ്ലോ അല്ല എ ടു സിക്ക് ഇടയ്ക്ക് R2 കൊടുക്കുക, ബി ടു സിന് ഇടയ്ക്ക് R3 കൊടുക്കുക. ഈ ഫിഗർ വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് എഴുതാൻ പറ്റും. പറയട്ടെ, അതിന്റെ എളുപ്പമാർഗം പറയട്ടോ. R1 കണ്ടുപിടിക്കുന്നത്. R1 ഏതൊക്കെ പോയിന്റിനിടയ്ക്ക് കിടക്കുന്നത്? എക്കും ബിക്കും ഇടയ്ക്കാ കിടക്കുന്നത്. അപ്പൊ എക്കും ബിക്കും ഇടയ്ക്കാ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ R1 ഇതിന്ന് കിട്ടണം, സ്റ്റാറിന്ന് കിട്ടണം. അപ്പം R1 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എക്കും ബിക്കും ഇടയ്ക്കല്ലേ കിടക്കുന്നത്. അതിന്റെ വാല്യൂ നോക്കുക. R1 ഈസ് ഈക്വൽ ടു RA പ്ലസ് RB പ്ലസ് RA ഇൻറ്റു RB ബൈ ബാക്കിയുള്ള റെസിസ്റ്റൻസ്. ചെയ്യാൻ പറ്റുമല്ലോ. R1 എക്കും ബിക്കും ഇടയ്ക്കല്ലേ. അപ്പൊ RA പ്ലസ് RB പ്ലസ് എന്താണ് RA ഇൻറ്റു RB ഡിവൈഡ് ബൈ RC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാതെ നിങ്ങൾ R2 ഒന്ന് പറഞ്ഞേ. R2 ഏതൊക്കെ കമ്പോണന്റിന്റെ ഇടയ്ക്കാ? ഏതൊക്കെ പോയിന്റിന്റെ ഇടയ്ക്കാ? എക്കും സിക്കും. അപ്പൊ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. RA പ്ലസ് RA പ്ലസ് RC. ഈ ഒരു പാറ്റേൺ ഫസ്റ്റ് പാറ്റേൺ പഠിച്ചിരിക്കുക. എന്നിട്ട് അത് ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം. ആ റെസിസ്റ്റർ ഏതിനൊക്കെ ഇടയ്ക്കാന്നൊരു കോൺസെപ്റ്റ് വേണം. അപ്പൊ ഇവിടെ R1 നമുക്ക് വേണ്ടത് എന്താണ്? ഡെൽറ്റ കൺവേർഷനിലെ R1ന്റെയും വാല്യൂ വേണം, R3ന്റെയും വാല്യൂ വേണം, R2വിന്റെയും വാല്യൂ വേണം. ഈ വാല്യൂ എവിടുന്ന് കിട്ടണം? ഇതിന്ന് കിട്ടണം. നിങ്ങൾ ഈ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും നോക്കണ്ട. ഈ എയും ബിയും എന്ന് പറയുന്നത് ഈ സ്മോൾ ലെറ്റർ എയും ബിയും സിയും തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഫസ്റ്റ് R1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കമ്പോണന്റ് ഏതിന്റെ ഇടയ്ക്കാണോ ആ പാറ്റേൺ മനസ്സിലാക്കുക. R1 ഈസ് ഈക്വൽ ടു RA പ്ലസ് RB പ്ലസ് RA ഇൻറ്റു RB ബൈ എന്താണ് RC. ഇനി ഇത് നോക്കാതെ ഇക്വേഷൻ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ഒരു മിനിറ്റ്. ഇനി ഒന്ന് പറഞ്ഞേ. R2 ഒന്ന് പറഞ്ഞേ. RA RC by RB RA RC by RB plus RA plus RC. Okay. R3 RB RC by RA by RA plus RB plus RC plus RB plus RC. Okay ആണോ? ഈ സ്റ്റാർ ഡെൽറ്റ കൺവേർഷന്റെ പ്രോബ്ലം വേണോ നിങ്ങൾക്ക്? പ്രോബ്ലം ഞാൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് തരാം. വേണോ? സ്റ്റാർ ഡെൽറ്റ കൺവേർഷന്റെ പ്രോബ്ലം വേണോ? ഒരു പ്രോബ്ലം പറയാം. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ പറയാം. എഴുതിക്കോ. The resistance of a given star circuit. The resistance of a given star circuit. The resistance of a given star circuit RA is 10 ohm. RA is 10 ohm. RB is 20 ohm. And RC is 30 ohm. 30 ohm. Find the resistance of a given circuit, given star circuit. RA is 10 ohm, RB is 20 ohm, and RC is 30 ohm. Find the corresponding components in delta circuit.
Find the corresponding components in delta circuit. Components in delta circuit. ഓക്കെ, നിങ്ങൾ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുക. ഇപ്പൊ ചെയ്യുന്നുണ്ടോ പ്രോബ്ലം? പിന്നീട് ചെയ്യുമല്ലേ? ചെയ്ത് ഞാൻ ആൻസർ ഇതിനോട് ആഡ് ചെയ്ത് ഇട്ടേക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? The resistance of a given star circuit is given. The resistance of a given star circuit RA is 10 ohm, RB is 20 ohm, RC is 30 ohm. Find the corresponding components in delta circuit. The corresponding components in delta circuit. അപ്പൊ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ അറിയാലോ, നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ ആണോ? ചെയ്ത് ആൻസർ വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ കൂടെ PPT-യുടെ ആൻസർ ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സിലബസിലെ പ്രോബ്ലം പറയുന്നില്ലെന്ന് തോന്നുന്നു. ഒന്ന് കൺഫേം ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ തന്നേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് DC സർക്യൂട്ട് ആണ്. DC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് കറന്റ് സർക്യൂട്ട് ആണ്. നമ്മൾ ഡയറക്റ്റ് കറന്റ് സർക്യൂട്ട് എന്താണ്? അതായത് ഡയറക്റ്റ് സർക്യൂട്ട് അനാലിസിസ് ഇൻവോൾവ് ചെയ്യുന്നത് വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, ഈ അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. ഈ അൺനോൺ വാല്യൂസ് നമുക്ക് പല മെത്തേഡ്സിൽ കണ്ടുപിടിക്കാം. പല മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെഷ് ആണ്. പറഞ്ഞുതരാം. അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലം ആണ്. DC സർക്യൂട്ട് മെത്തേഡിൽ 3 മെത്തേഡ് വരും അനാലിസിസ്. 1 മെഷ് അനാലിസിസ്, 2 നോഡ് അനാലിസിസ്, 3 മെട്രിക്സ് മെത്തേഡ്. 1 മെഷ്, 2 നോഡ്, 3 മെട്രിക്സ്. DC ഇലക്ട്രിക് സർക്യൂട്ട് അനാലിസിസിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന അൺനോൺ വാല്യൂസ് എന്ന് പറയുന്നത് വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്. അത് ബേസിക് ടേംസ് നമ്മൾ നോക്കി. ഇനി അടുത്ത ഒന്നാമത്തെ മെത്തേഡ് മെഷ് അനാലിസിസ് ആണ്. മെഷ് അനാലിസിസിനകത്ത് ജസ്റ്റ് ഞാൻ സ്റ്റെപ്സ് പറയാം. നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇപ്പൊ പറഞ്ഞു പോയാൽ മനസ്സിലാകത്തില്ല, പ്രോബ്ലം ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. മെഷ് അനാലിസിസിനകത്ത് എന്താണ് മെഷ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. എത്ര മെഷ് ഉണ്ടെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. മെഷ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? 2 or more electrical components. അതിനകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. മനസ്സിലായി? ഇൻഡിവിജ്വൽ ലൂപ്സ് ആണ് മെഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെഷ് അനാലിസിസ്, എന്തിനാ മെഷ് അനാലിസിസ് ചെയ്യുന്നേ എന്ന് പറഞ്ഞാട്ടെ. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ, അൺനോൺ ക്വാണ്ടിറ്റീസ്, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് പോലുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെഷ് അനാലിസിസ് ചെയ്യുന്നത്. മെഷ് അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണോ എത്ര മെഷ് ഉണ്ടോ അത് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ഓരോ മെഷിനും എന്ത് കൊടുക്കുക? കറന്റ്. ക്വസ്റ്റ്യൻ കറന്റ് തന്നിട്ടില്ലായിരിക്കും, നമ്മളൊരു കറന്റ് ഇട്ട് കൊടുക്കുക. അത് കൊടുക്കുന്നത് ഇപ്പൊ 2 മെഷാണുണ്ടെങ്കിൽ ആ 2 മെഷിനും ഒരേ ഡയറക്ഷനിൽ തന്നെ എന്താണ്? ക്ലോക്ക് വൈസ്. ഒരേ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കറന്റ് ഫ്ലോയുടെ ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ. ആദ്യത്തെ മെഷ് I1 ആണെങ്കിൽ അതിന്റെ I1-നും അടുത്ത മെഷ് I2 ആണെങ്കിൽ അപ്പൊ അതിന് ആ 2 കറന്റും രണ്ടും ഒന്നുകിൽ ക്ലോക്ക് വൈസ് കൊടുക്കുക അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കൊടുക്കുക. എങ്ങനെ കൊടുത്താലും രണ്ടും ഒരുപോലെ കൊടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ഇത്ര എമൗണ്ട് കറന്റ് ഓരോ മെഷിലൂടെയും അല്ലെങ്കിൽ ഓരോ എലമെന്റിലൂടെ പോകുന്നെന്ന് മനസ്സിലാക്കുക. മൂന്നാമത് ആ ഓരോന്നിലൂടെ ഓരോ കമ്പോണന്റിലൂടെയുള്ള കറന്റ് ഫ്ലോ അല്ല, ഓരോ കമ്പോണന്റിലൂടെയുള്ള കറന്റ് അല്ലെങ്കിൽ മെഷ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അല്ല, ഓരോ കമ്പോണന്റിലൂടെയുള്ള കറന്റ് എന്താണ്? KVL-ലോ അല്ലെങ്കിൽ KVL-ൽ എഴുതുക. KVL എന്ന് പറയുമ്പോൾ എന്താണ്? KVL ഇക്വേഷൻ എഴുതുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമത്തത് KVL ഇക്വേഷൻ എഴുതുക. KVL ഇക്വേഷനകത്ത് ഓംസ് ലോയും അപ്ലൈ ചെയ്യാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് R1 എന്ന് പറയുന്ന ഒരു കമ്പോണന്റിലൂടെയുള്ള കറന്റ് വോൾട്ടേജ് എങ്ങനെ എഴുതുന്നത്? I into R1. ഓക്കെ, അവിടെ നമ്മള് ഇപ്പൊ ഈ മൂന്നാമത്തെ ഇതിനകത്ത് പറയുന്നത് കണ്ടോ?
KVL ഓംസ് ലോയും എന്നാണ് പറയുന്നത്. KVL എന്ന് പറയുമ്പോൾ എല്ലാ വോൾട്ടേജോടും ആഡ് ചെയ്യാം. ഓംസ് ലോ ആണ് നമ്മളിപ്പോ അപ്ലൈ ചെയ്തത് ആ കമ്പോണന്റിലൂടെയുള്ള വോൾട്ടേജ്. ഇനി അടുത്ത നാലാമത്തെ എന്താണ്? ആ ഓരോ ലൂപ്പിലൂടെ അല്ലെങ്കിൽ ഓരോ മെഷിലൂടെയുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഷിലൂടെയുള്ള കറന്റ് കിട്ടും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത്. ഒന്ന്, മെഷ് എത്ര ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക, ആ മെഷിന് ഓരോന്നിലും കറന്റ് കൊടുക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് കൊടുക്കുക, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ മെഷിലൂടെയുള്ള ഓരോ എലമെന്റിലൂടെയുള്ള എമൗണ്ട് ഓഫ് കറന്റ് ഒബ്സർവ് ചെയ്യുക. മൂന്നാമത് KVL അപ്ലൈ ചെയ്യുക. നാലാമത് മെഷ് കറന്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് മെഷ് കറന്റ് എഴുതുക. പ്രോബ്ലം ചെയ്യാൻ പറയണം. ഈ 4 പോയിന്റും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എഴുതിക്കോ ക്വസ്റ്റ്യൻ. Calculate the mesh current for the network shown in the figure. നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആവണേ, ടൈം കഴിയാറായി. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം മെഷ് മെട്രിക്സ് കൂടെ ജസ്റ്റ് ഒന്ന് തീർത്ത് വെക്കുക. നോഡിന് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ടൊന്ന് എഴുതണേ. പറഞ്ഞു പോയാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. ഞാൻ PPT വേണേ സെൻഡ് ചെയ്ത് തരാം. നിങ്ങളിപ്പോ എഴുതി പോയാൽ ജസ്റ്റ് മനസ്സിലാവുന്നു കൂടെ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോ? കാൽക്കുലേറ്റ് കംപ്ലീറ്റ് ചെയ്തോ? കുറച്ച് ഫാസ്റ്റ് ആവണം, കാരണം 3:24 ആയില്ലേ. എന്താണ് ഈ നെറ്റ്വർക്കിലൂടെയുള്ള എന്താണ് മെഷ് കറന്റ് കണ്ടുപിടിക്കണം. മെഷ് കറന്റ് കണ്ടുപിടിക്കാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് മെഷ് അനാലിസിസ് ആണ്. ക്വസ്റ്റ്യനകത്ത് മെഷ് അനാലിസിസ് എന്നോ നോഡൽ അനാലിസിസ് എന്നോ ഒന്നും പറയത്തില്ല. മെഷ് കറന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് മെഷ് അനാലിസിസ് ആണ്. അതാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എത്ര മെഷ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇവിടെ എത്ര മെഷ് ഉണ്ട്? 2 മെഷ്. 2 മെഷിനും എന്താണ് ആദ്യം കൊടുക്കേണ്ടത്? കറന്റ് കൊടുക്കണം. ആണോ? ഇതിനകത്ത് കറന്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ മെഷ് ഏതാണ്? ഏത് മെഷ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ വല്ല പേരും ഉണ്ടോ? നിങ്ങൾ ഒരു പേര് കൊടുക്കുക. അപ്പൊ ആ നെയിമിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഈ മെഷിന് നമ്മൾ എന്തെന്ന് കൊടുക്കുക? I1 എന്ന് കൊടുക്കുക. ഇതിന് I2 എന്ന് കൊടുക്കുക. അത് കൂടാതെ എന്തും കൂടെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു. കറന്റിന്റെ ഫ്ലോ എങ്ങനെ കൊടുക്കണമെന്നാണ്? ഒന്നീ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ. അപ്പം ആ സ്റ്റെപ്പ് ഫസ്റ്റ് ഫോളോ ചെയ്യുക. കണ്ടോ? നിങ്ങൾ സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ആൻസറും ഐഡന്റിഫൈ ചെയ്യാൻ വ്യത്യാസമായിരിക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയ സ്റ്റെപ്പ് 1 എന്താണ്? മെഷ് കറന്റ് അസൈൻ ചെയ്യുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പേര് കൊടുത്തിട്ടുണ്ട്, ABCD എന്ന് കൊടുത്തു. നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഇനി അത് കഴിഞ്ഞ് എന്താണ്? ഈ രണ്ടിനും എന്ത് കൊടുക്കുക? കറന്റ് കൊടുത്തു. ഇതിപ്പം നമ്മൾ ഒരേ ഡയറക്ഷനിലേക്കാണ് കൊടുത്തത്. I1 I2. അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ കൊടുത്തേക്കുന്നത്? ക്ലോക്ക് വൈസ് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ക്ലോക്ക് വൈസ് കൊടുക്കുക. അതാണ് വേർഡ്. അല്ലാതെ ഡയറക്ഷൻ ഒരുപോലെ എന്നല്ല. ഡയറക്ഷൻ നോക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ഇത് മുകളിലോട്ടും ഇതും ഡയറക്ഷൻ. ഇവിടെ നോക്കുമ്പോൾ താഴോട്ട് ഈ കറന്റ് ഫ്ലോ ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ആലോചിക്കണം. അത് വിട്ടേരെ. ഇപ്പൊ തൽക്കാലം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക. I1 I2. ഓക്കെ. ഇനി അത് കൂടാതെ നെയിമിംഗ് കൊടുത്തു. ഓരോ പോയിന്റിനും നെയിമിംഗ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ എലമെന്റിന്റെയും എന്താണ് ചാർജ്, അതായത് പിന്നെ സൈൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടണം. റെസിസ്റ്ററിന്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് മൈനസ് ആണ്. ഓക്കെ ആണോ? ആദ്യം പ്ലസ് പിന്നെ മൈനസ് ആണ് വരുന്നത്. നമ്മള് ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു മെഷ് എടുക്കുവാണെങ്കിൽ അത് ഏത് ഫ്ലോയിലാണോ പോകുന്നത് ആ ഫ്ലോയിൽ പ്ലസ് മൈനസ് കൊടുത്തു പോകണം. ഞാൻ ഇപ്പൊ പറയാം. ആദ്യത്തെ എലമെന്റ് കണ്ടോ? പ്ലസ് മൈനസ്. അടുത്ത എലമെന്റ് പ്ലസ് മൈനസ്. അടുത്ത പ്ലസ് മൈനസ്. അല്ലാതെ ഇവിടെ പ്ലസും ഇവിടെ മൈനസും കൊടുക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ലൂപ്പ് ABD
എന്താണ് ഇവിടെ ഒരു പേരൂടെ കൊടുക്കുക, ABD അല്ലെങ്കിൽ A. ഓക്കെ, അങ്ങനെ മതി. ABDA ആ പാത്ത് ഫോളോ ചെയ്യുന്നതനുസരിച്ച് വേണം സൈൻ കൊടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? പാത്ത് ഫോളോ ചെയ്യുന്ന അനുസരിച്ച് വേണം സൈൻ കൊടുക്കാൻ. മനസ്സിലായോ പറഞ്ഞേ? പ്ലസ് മൈനസ് അടുത്ത പാത്ത്, അടുത്ത ഇവിടെ അല്ലേ വന്ന് നിൽക്കുന്നേ, പ്ലസ് മൈനസ്. ഇവിടെ എന്താണ് സിമ്പൽ എന്ന് പറഞ്ഞ ആ സിമ്പൽ ചേഞ്ച് ഇല്ല കേട്ടോ. വോൾട്ടേജിന്റെ സിമ്പൽ ഞാൻ ആദ്യമേ, സെല്ലിന്റെ സിമ്പൽ ആദ്യമേ പറഞ്ഞു. എന്താണ് ലാർജ് ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുവാണ്? പോസിറ്റീവ്, സ്മോള് നെഗറ്റീവ്. അതും കൊടുക്കണം. ഓക്കെ ആണോ? അത് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നത് ആ സിമ്പൽ അനുസരിച്ചാണ്. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ മെഷിനകത്ത് ഫസ്റ്റ് എലമെന്റ് പ്ലസ് മൈനസ്, അടുത്ത എലമെന്റ് പ്ലസ് മൈനസ്, അടുത്ത എലമെന്റ് പ്ലസ് മൈനസ്, I1ഉം I2ഉം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെയും അതല്ലേ ഫോളോ ചെയ്തിരിക്കുന്നേ, പ്ലസ് മൈനസ്. ഇവിടെ എന്താണ് പ്ലസ് മൈനസ്, നെക്സ്റ്റ് പ്ലസ് മൈനസ്. അതായത് സെല്ലിന്റെ സിമ്പൽ അല്ലെ ബാറ്ററിയുടെ സിമ്പൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ല. റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ പോകുന്ന ഫ്ലോയ്ക്ക് കൊടുക്കുന്നത്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓക്കെ. അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഓരോ എലമെന്റിന്റെയും എന്ത് കണ്ടുപിടിക്കണം? അത് എന്നിട്ട് എന്താണ് ഓവറോൾ എന്ത് എഴുതണം? KVL ആണോ KCL ആണോ എഴുതേണ്ടത്? എന്ത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടേ? മെഷ് കറന്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ സ്റ്റെപ്പ് 2-നകത്ത് എന്താണ് എഴുതേണ്ടത്? KVL എഴുതുക. എപ്പോഴും മെഷ് അനാലിസിസ് KVL ആണ്, അത് ഓർക്കുക. മെഷ് അനാലിസിസ് എന്താണ്? KVL. മെഷ് അനാലിസിസ് KVL ആദ്യത്തെ ലൂപ്പാണ് എടുക്കുന്നത്, ഫസ്റ്റ് ലൂപ്പ്. നിങ്ങളിപ്പം എഴുതാൻ ടൈം കിട്ടിയില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ടൈം കഴിയാറായി. അപ്പം ഞാൻ എന്തായാലും PPT അയക്കാം, നിങ്ങളിപ്പം ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ABDA ആണ്. അപ്പൊ KVL എഴുതേണ്ട മെത്തേഡ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ സർക്യൂട്ടിലെല്ലാം തെറ്റിപ്പോകും. അപ്പൊ ആദ്യം നോക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് A-ന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A-ന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ ഉൾപ്പെടെ നോക്കണം. പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A-യിലെ ABക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റർ ഏതാണ്? 2 ohm. 2 ohmന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞേ. ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവിടുത്തെ ഇൻറ്റു കറന്റ്, 2 × I1. ഇതിലൂടെയുള്ള ഇതിലൂടെയുള്ള കറന്റ് I1 ആണ്. അത് എപ്പോഴും ഓർമ്മ വേണം. അതുപോലെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. കോമൺ ആയിട്ട് ലൂപ്പ് വന്നാൽ അവിടെ 2 കറന്റ് ഫ്ലോ വരുന്നുണ്ട്. അപ്പൊ ആ കറന്റ് ഫ്ലോ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ 2 ohmന് കോമൺ ആയിട്ട് ഒന്നുമില്ല. 2 ohmന്റെ അപ്പം വാല്യൂ 2I1. ഓക്കെ ആണോ? ആദ്യത്തെ ലൂപ്പ് ഞാൻ പറയും, അടുത്ത ലൂപ്പ് നിങ്ങൾ പറയണം. 2I1 പ്ലസ് അടുത്ത ലൂപ്പ് ഏതാണ്? അല്ല, അത് 12 അവിടെ കിടക്കട്ടെ. ഈ 4 ohmന്റെ അവിടുത്തെ വാല്യൂ ഈ ഫ്ലോയ്ക്ക് വരണം കേട്ടോ. ഈ ഫ്ലോയ്ക്ക് വരുമ്പോ ഇവിടെ പോസിറ്റീവ് ആണ്. ആദ്യം സർക്യൂട്ട് കറന്റ് എൻട്രി ചെയ്യുന്ന സൈൻ വേണം നോക്കാൻ. അപ്പൊ 4 ohmന്റെ അവിടെ ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോ ഇവിടെ ഒരു കുഴപ്പവും വരത്തില്ല. 4 ohmന് അവിടെ ഉള്ള ഇതൊന്ന് പറഞ്ഞേ. 4I1. 4I1. ഓക്കെ. ഇനി അടുത്ത 12 എന്ന് പറയുന്നത് 2 ലൂപ്പിനും കോമൺ ആണ്. ഓക്കെ ആണോ? അപ്പം ഇതിലൂടെ അതിന് 12 കോമൺ ആയി വരുമ്പോൾ ഒരു കറന്റ് പോസിറ്റീവും അടുത്ത കറന്റ് നെഗറ്റീവും വേണം കൊടുക്കാൻ. I1 ഇങ്ങോട്ട് വരുക. ആ സമയം I2 ഇവിടെ എന്ത് ചെയ്യുവാണ്? എൻട്രി ചെയ്യുവാണോ? I1 ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? I1 ഈ സർക്യൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. I2 വന്ന് കേറുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഞാൻ പറഞ്ഞു എൻട്രി ചെയ്യുന്നത് നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സർക്യൂട്ട് പോസിറ്റീവും ഓപ്പോസിറ്റ് നെഗറ്റീവും കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും അതിടാം. അപ്പൊ 12 ഇതിലൂടെയുള്ള കറന്റ് അപ്പൊ എന്തോന്ന് പറഞ്ഞേ? 12 ohmലൂടെയുള്ള കറന്റ് I1 - I2. അപ്പം ഈ KVL എഴുതുന്ന എങ്ങനെയാന്ന് വെച്ചാൽ 2 അതായത് 2 × I1 പ്ലസ് 12 × I1 - I2 പ്ലസ്
4 into I1. പിന്നെ അടുത്ത എവിടാണ്? ഇവിടെ കയറി വരുന്നത് എവിടെയാണ്? നെഗറ്റീവിലല്ലേ കയറി വരുന്നേ? ആണ്. അപ്പൊ -12 ഈസ് ഈക്വൽ ടു 0 ആണോ വരേണ്ടത്? ഓക്കെ ആണോ? ഒരു സർക്യൂട്ടിലൂടെ ലൂപ്പ് ഇക്വേഷൻ, KVL ഇക്വേഷൻ അങ്ങനെ എഴുതണ്ട. ഒരു KVL എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്യൂട്ടിനകത്തുള്ള എന്റെയോ പിന്നെ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 2 ഇവിടെ കയറുന്ന 2I1 പ്ലസ് 12 into I1 minus I2 പ്ലസ് 4 into I1 മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ആ -12 ആണ് അപ്പുറത്ത് പോയി +12 ആയത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഈ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. 12I1 മൈനസ് 12I2. അതിനകത്ത് സെയിം കമ്പോണന്റ് എല്ലാം ഒരുമിച്ച് എഴുതുക. 12I1 പ്ലസ് 2I1 പ്ലസ് 4I1 12 14 18 18I1 മൈനസ് 12I2 ഈസ് ഈക്വൽ ടു 12. അത് ഇക്വേഷൻ 1. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നിന്ന് അടുത്ത സർക്യൂട്ട് ഒന്ന് പറഞ്ഞേ. അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ ലൂപ്പ് 2 KVL ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. 9I1 പ്ലസ് മൈനസ് ആണോ എൻറ്റർ ചെയ്യുന്നത്? ലാർജ് വൺ അല്ലേ? പ്ലസ് 6 പ്ലസ് 3I1 I2 രണ്ടാമത്തെ ലൂപ്പാണ് 3I2 പ്ലസ് 12 I2 minus I1. ഓക്കെ ആണോ? I2 minus I1. അടുത്ത ലൂപ്പ് എടുക്കുക. നിങ്ങളിപ്പോ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. എഴുതേ 9I2 പ്ലസ് 3I2. നിങ്ങൾ +6 അല്ലേ അവിടെ പറഞ്ഞേ? +6 അപ്പുറത്ത് പോയപ്പോ എന്ത് വന്നു? -6. ഓക്കെ ആണോ? -6 പ്ലസ് 12 I2 മൈനസ് I1. ഇത് സോൾവ് ചെയ്യുക. I2 കമ്പോണൻസ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. 9 12. പിന്നെ അടുത്ത ഏതാണ്? -9 12 3. അപ്പം 24I2. 24I2 മൈനസ് 12I1 ഈസ് ഈക്വൽ ടു -6. ഇപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിയോ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. അതിന് നിങ്ങൾക്ക് ഒന്നാമത്തെ ഇക്വേഷൻ 18I1 മൈനസ് 12I2 ഈസ് ഈക്വൽ ടു 12 മൈനസ് 12I1 പ്ലസ് 24I2 ഈസ് ഈക്വൽ ടു -6. ഇത് സോൾവ് ചെയ്യാൻ അറിയത്തില്ലേ? പറഞ്ഞു തരണോ അത് സോൾവ് ചെയ്യാൻ? സെയിം കമ്പോണന്റ് അറിയാലോ. അപ്പൊ അതിന് I1ഉം I2ഉം കിട്ടും. ഇതാണ് മെഷ് അനാലിസിസ്. മെഷ് അനാലിസിസ് മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? ആദ്യം രണ്ട് സെപ്പറേറ്റ് മെഷ് എടുക്കുക. സെപ്പറേറ്റ് മെഷിന് നെയിമിംഗ് കൊടുക്കുക. ഓരോ എലമെന്റിനും പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. രണ്ടിനും കറന്റ് അസൈൻ ചെയ്യുക. കറന്റ് ഡയറക്ഷൻ സെയിം കൊടുക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ അതിനുശേഷം ഓരോ ലൂപ്പിനും എന്ത് എഴുതുക? മെഷ് അല്ല KVL ഇക്വേഷൻ എഴുതുക. എപ്പോഴും ഓർത്തോണം, മെഷ് അനാലിസിസിന് KVL ആണ്. മെഷ് അനാലിസിസ് KVL, നോഡൽ അനാലിസിസിന് KCL. ഓക്കെ, മെഷ് അനാലിസിസിന് KVL, കിർച്ചോഫ് വോൾട്ടേജ് ലോ. പിന്നെ അടുത്തത് ഇത് രണ്ടും, അതായത് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ I1ഉം I2ഉം സോൾവ് ചെയ്യാം. ഇനി ഇതിനകത്തുനിന്ന് മെട്രിക്സ് ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? മെട്രിക്സ് ഇക്വേഷൻ ഇതിനകത്തെ പിന്നെ എക്സാമിന് ചിലപ്പോൾ മെട്രിക്സ് ഇക്വേഷൻ എഴുതാൻ പറയുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വരെ എഴുതിയിട്ട് വേണം മെട്രിക്സ് ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്തെ കോയിഫിഷ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. I1ന്റെ അടുത്ത് കിടക്കുന്ന ഏതാണ്? അതാണ് കോയിഫിഷ്യന്റ്. I1ന്റെ അടുത്ത് കിടക്കുന്ന ഏതാ? 18. I2ന്റെ -12. I1ന്റെ -12. I2ന്റെ +24. അപ്പം ആദ്യം കോയിഫിഷ്യൻസ് എല്ലാം ഒരുമിച്ച് എഴുതുക. പിന്നെ I1 I2 ഒരു മെട്രിക്സ് ആയിട്ട് എഴുതുക. പിന്നെ റൈറ്റ് സൈഡിൽ 12ഉം -6ഉം. അപ്പൊ ഇതിനെ മെട്രിക്സ് ആയിട്ട് എഴുതിയ ഫോം കാണിക്കട്ടെ. 18 -12 -12 24 I1 I2 12 -6. നിങ്ങൾക്ക് മെട്രിക്സ് ഇക്വേഷൻ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണോ? ഇനി ഒരു മെത്തേഡും ഉണ്ട്, അതിനുള്ള ടൈം ഇല്ല. ആ മെത്തേഡ് ഇനി വരുന്ന ക്ലാസ്സുകൾ ഒന്നെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും അത് ജോയിൻ ചെയ്തോളും. അതുകൂടെ ആഡ് ചെയ്ത് പഠിപ്പിച്ചോളും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ജസ്റ്റ് ഒന്ന് വേഗമായിട്ടൊന്ന് പറയട്ടോ.
ടൈം ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ആ ഓക്കെ. കറണ്ടിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. കറണ്ടിന്റെ ഇക്വേഷൻ അല്ലെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ ഫസ്റ്റ്. ആ കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് സീരീസ് ആർ ഇക്വലന്റ് ഓർ ആർ ടോട്ടൽ R1 plus R2 plus R. റെസിസ്റ്റൻസ് പാരലൽ. പാരലൽ വരുമ്പോഴേ മൂന്നെണ്ണം ഉണ്ട് വിചാരിക്കുക. അപ്പൊ R1 into R2 into R3 by R1 plus അതിന്റെ സമ്മേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല എങ്ങനെ മനസ്സിലായില്ലോ ഒന്ന് പറഞ്ഞേ. അപ്പൊ മൂന്നെണ്ണം ഉണ്ട് റെസിസ്റ്റൻസ്. അപ്പോ R1 into R2 into R3 by R1 plus R2 plus R3 അത് പറ്റും? അങ്ങനെ പറ്റത്തില്ല. നമ്മള് നോർമലി 1/R3 അല്ലേ എഴുതുന്നത്. രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്തിട്ട് ബൈ R1 R2 R3 എന്ന് വരും. ഓക്കെ ആണോ? R1 R2 രണ്ടെണ്ണത്തിന് കൂടുതലുണ്ട് പറഞ്ഞാൽ 1/R equal to 1/R1 plus 1/R2 അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. മറ്റേതിട്ട് ചെയ്യാൻ നിന്നാൽ ആ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ എന്നാൽ തെറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് 1/R equivalent is equal to 1/R1 plus 1/R2 plus 1/R3. അതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ. രണ്ടെണ്ണം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഇക്വേഷൻ ഓക്കെ ആണ്. രണ്ടെണ്ണം വരുമ്പോ അതാണ് എളുപ്പം. രണ്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 1/, അതിട്ട് ചെയ്യുന്ന എളുപ്പം. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം എന്താണ് ചിലതിന്റെ റെസിപ്രോക്കലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂ പെട്ടെന്ന് കിട്ടും. മറ്റേത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയം നമുക്ക് ഇവിടെ മിനിമൈസ് ചെയ്യാം. ചിലതിലൊക്കെ വേണമെങ്കിൽ ഡെസിമൽ ഇട്ട് വേണേൽ പെട്ടെന്ന് കിട്ടും. 1/2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 0.5 ഇട്ടങ്ങ് ചെയ്തുകൂടെ? അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഓംസ് ലോ, പിന്നെ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ? ജസ്റ്റ് പറയണ്ടല്ലോ. വൈൻഡപ്പ് ചെയ്യട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കൂടുതൽ